സർക്കാർ ബോണ്ടുകളുടെ മേൽ നൽകേണ്ട തുക വീണ്ടും ഉയർന്നതോടെ റേച്ചൽ റീവ്സിന്റെ നയങ്ങൾക്കെതിരെ മന്ത്രിസഭയ്ക്കകത്തു നിന്നും ആശങ്കകൾ ഉയരുകയാണ്. 10 വർഷത്തെ ബോണ്ടിന്മേലുള്ള ഈൽഡ് 4.85% ഉയർന്നപ്പോൾ 30 വർഷത്തിൻ്റെത് 5.41% വരെ ഉയർന്നു. അതിനിടയിലാണ് ബ്രിട്ടനിൽ പണപ്പെരുപ്പവും പലിശയും ഉയർന്ന നിരക്കിൽ തുടർന്നേക്കുമെന്ന പ്രവചനം ഉണ്ടാകുന്നത്. പൗണ്ടിന്റെ മൂല്യം നേരിയ തോതിലാണെങ്കിലും വീണ്ടും കുറയുകയും ചെയ്തു. ഇതോടെ ഈ വർഷം ഒരു തവണ മാത്രമേ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറയ്ക്കുകയുള്ളൂ എന്ന അഭ്യൂഹം ശക്തമായിട്ടുണ്ട്. 3 തവണ വരെ പലിശ നിരക്ക് കുറയ്ക്കാൻ ഇടയുണ്ട് എന്നായിരുന്നു നേരത്തെ സാമ്പത്തിക വിദഗ്ധർ പ്രവചിച്ചിരുന്ന കാര്യം. എന്നാൽ ആഗോളതലത്തിൽ തന്നെ ബോണ്ട് വിപണിയിൽ സമാനമായ വർധനവ് ദൃശ്യമാകുന്നുണ്ട് എങ്കിലും വൻ നികുതിയും വായ്പയും പൊതുചെലവുമുള്ള ബജറ്റാണ് ബ്രിട്ടനെ പ്രശ്നത്തിലാഴ്ത്തുന്നത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. വളർച്ച നിലയ്ക്കും എന്നതും പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ ആകാതെ വരികയും ചെയ്യുന്നതിനാൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഒരുപക്ഷെ പലിശ നിരക്ക് കുറയ്ക്കാൻ തന്നെ ഒരുങ്ങിയേക്കില്ല എന്നും ചില സാമ്പത്തിക വിദഗ്ധർ കരുതുന്നുണ്ട്. ഇനി ചാൻസലർ റേച്ചൽ റീവ്സ് മുന്നിൽ കണ്ട 2 വഴികളേ ഉള്ളൂ എന്നും അവർ പറയുന്നുണ്ട്. ഒന്നുകിൽ പൊതുചെലവ് വെട്ടിക്കുറയ്ക്കണം, അല്ലെങ്കിൽ നികുതികൾ ഇനിയും വർദ്ധിപ്പിക്കണം. എന്നാൽ ചൈനീസ് യാത്രയ്ക്കെതിരെ ഉയർന്ന എതിർപ്പുകൾ ഒന്നും തന്നെ വകവയ്ക്കാതെ റേച്ചൽ തന്റെ 3 ദിവസത്തെ ചൈനീസ് സന്ദർശനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. 1976 ലേബർ പാർട്ടിയുടെ ഡെനീസ് ഹേലേക്ക് ബ്രിട്ടനെ രക്ഷിക്കാൻ അവസാനം IF-ന് മുൻപിൽ കൈനീട്ടേണ്ടി വന്ന ചരിത്രമാണ് ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ മനസ്സിൽ തെളിയുന്നത്. ഒരേ സമയം ഈൽഡ് വർദ്ധിക്കുന്നതും കറൻസിയുടെ മൂല്യം കുറയുന്നതും അത്തരമൊരു സാഹചര്യത്തിലേക്ക് വീണ്ടും രാജ്യത്തെ തള്ളിയിടുമോ എന്നാണ് എല്ലാവരും ആശങ്കയോടെ നോക്കുന്നത്. അതേസമയം സ്വന്തം സഹപ്രവർത്തകരിൽ പലർക്കും ചാൻസലറിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഹീലി തിരിച്ചു വന്നതുപോലെ തോന്നുന്നുവെന്ന് ധനകാര്യ വകുപ്പിനുള്ളിൽ പോലും സംസാരം ആരംഭിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.